മഹാന്മാരായ അനേകം ആളുകൾ വളരെ ഉജ്ജ്വലമായ ജീവിതം കാഴ്ചവെച്ച് കടന്നുപോയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മഹാത്മാഗാന്ധി, മദർ തെരേസ, മാർട്ടിൻ ലൂതർ കിങ്, സ്വാമി വിവേകാനന്ദ, എബ്രഹാം ലിങ്കൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങനെ മഹാന്മാരായ അനേകം ആളുകൾ നമുക്ക് മുൻപേ മഹത്തായ ജീവിതം നയിച്ച് കടന്നുപോയിട്ടുണ്ട്. തങ്ങൾക്ക് കിട്ടിയ ജീവിതം, തങ്ങൾക്ക് കിട്ടിയ മനുഷ്യായുസ് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചവരാണ് ഇവരൊക്കെയും. അതുകൊണ്ടാണ് ലോകം അവരെ മഹാന്മാരെന്ന് വിളിക്കുന്നത്. മരിച്ചു മണ്ണടിഞ്ഞിട്ടും ഇന്നും അനേകരാൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവർ നിലകൊള്ളുന്നു. അവർക്കും നമ്മളെപ്പോലെ കേവലം ഒരൊറ്റ മനുഷ്യ ജീവിതമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ അവരുടെ ജീവിതം അവർ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് തീർത്തു. നമ്മളുടെ ജീവിതവും അവരുടെ ജീവിതവും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമ്മളെപ്പോലെ തന്നെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ പിറന്നു വീണവരാണ് അവർ. നമ്മളെപ്പോലെ തന്നെ ഒരു അമ്മയുടെ കരുതലിനും പരിചരണത്തിനും വേണ്ടി വാശി പിടിച്ച് കരഞ്ഞവരാണ് അവർ. നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുനാളിൽ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ യൂറിനേറ്റ് ചെയ്ത് വളർന്നവരാണ് അവർ. പിച്ച വയ്ക്കുവാൻ പഠിച്ചപ്പോൾ നമ്മളെപ്പോലെ തന്നെ പലവട്ടം അടികുത്തി വീണവരാണ് അവർ. നമ്മളെപ്പോലെ തന്നെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചെടുക്കുവാൻ നന്നായിട്ട് പ്രയാസപ്പെട്ടവരാണ് അവർ. അവരുടെയും നമ്മളുടെയും തുടക്കം ഒരുപോലെയാണ്. ദ ബിഗിനിങ് ഈസ് സെയിം, ബട്ട് ദ എൻഡ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദ സെയിം. അവസാനം ഒരുപോലെയല്ല. തങ്ങൾക്ക് ലഭിച്ച ഒരൊറ്റ മനുഷ്യ ജീവിതം അത് ഏറ്റവും സുന്ദരമാക്കി തീർക്കുവാൻ അവർക്ക് സാധിച്ചു. ദൈവം നൽകിയ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനാകെ വെളിച്ചം പകരുന്ന ജീവിതങ്ങളായിട്ട് മാറുവാൻ അവർക്ക് കഴിയും. എന്താണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് അവരുടെയും നമ്മളുടെയും അവസാനം ഒരുപോലെയാകാത്തത്? അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ അവരാരാണെന്ന സത്യം തിരിച്ചറിഞ്ഞവരാണ്. അവരുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞവരാണ്. ദ പർപ്പസ് ഓഫ് ദെയർ ലൈഫ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വളരെ സാധാരണക്കാരനായ ഒരു ബാരിസ്റ്റർ, വളരെ സാധാരണ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരിക്കലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് വംശീയതയുടെ പേരിൽ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ, അവിടെ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു ദ പർപ്പസ് ഓഫ് ഹിസ് ലൈഫ്. അങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു മഹാത്മാഗാന്ധിയായിട്ട് മാറുന്നത്. ആഗ്നസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ തന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ഭീകരമായ കാഴ്ച, ആ ഒരു സംഭവത്തിൽ നിന്നാണ് പാവങ്ങളുടെ അമ്മയായി ഒരു സാധാരണ സ്കൂൾ ടീച്ചർക്ക് മാറുവാനായിട്ട് കഴിഞ്ഞത് എന്ന് അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതം നയിച്ചിരുന്നവർ മഹാത്മാക്കളായിട്ട് മാറും. ആൻഡ് ടുഡേ ഈസ് ദ ഡേ ഓഫ് യുവർ ലൈഫ്. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. യെസ്, ദിസ് ഈസ് യുവർ ഡേ ടു നോ ഹൂ യു ആർ and why you are here. നിങ്ങൾ ആരാണെന്ന് സത്യം തിരിച്ചറിയുക. നിങ്ങളുടെ ഭൂമിയിലെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ your life is going to be a big success. നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയമാകുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനാകെ വെളിച്ചം പകരുന്ന ജീവിതങ്ങളായിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. വില്യം ബാക്ക്ലി said, the greatest 2 days in anyone's life is the day you were born and the day you knew why. നിങ്ങളുടെ ദൗത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, യു ക്യാൻ ഡു യുവർ ബെസ്റ്റ് ഫോർ ദാറ്റ്. ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് യാതൊരുവിധ പരിമിതികളും ഇല്ലാത്തവരായിട്ടാണ്. അനന്തമായിട്ടുള്ള സാധ്യതകളുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ സ്വയം തീർക്കുന്ന പരിമിതികളുടെ തടവറയിൽ ജീവിതം ഹോമിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധ്യതകളുടെ അമൂല്യമായ നിധിശേഖരമാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചത്.
അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ സാധിച്ചാൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വ്യക്തിത്വമായി നിങ്ങൾ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ആറ്റമിക് എനർജി എന്ന് പറയുന്നത് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു എനർജിയാണ്. അത് ഉപയോഗിച്ച് ഒരു ദേശത്തിന് മുഴുവൻ വെളിച്ചം നൽകുവാൻ സാധിക്കും. എന്നാൽ അതേ ആറ്റമിക് എനർജി ഉപയോഗിച്ച് ഒരു ദേശം മുഴുവൻ നശിപ്പിക്കുവാനും സാധിക്കും. നിങ്ങളുടെ അനന്തമായ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന ജീവിതങ്ങളായിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതല്ലാതെ സ്വയം തീർക്കുന്ന പരിമിതികളുടെ തടവറയിൽ സ്വയം നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദ ചോയ്സ് ഈസ് യോഴ്സ്. ഈ നിമിഷം വരെ നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഒരു ഉറച്ച തീരുമാനമെടുത്ത് കടന്നുപോയ ജീവിതാനുഭവങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഇനി മുതൽ, ഈ നിമിഷം മുതൽ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. You can go beyond your limitations. Your limitations are your limitations. If you think you can do only so much, you can do only so much. Today is the day of your lives. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ you are going to be part of the history of humanity.